കൊച്ചി മണ്ഡലം തിരികെ പിടിക്കാൻ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കളത്തിലിറക്കാൻ കോൺഗ്രസിൽ ആലോചന. ഒരു വിഭാഗം അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വിവരം. ഡൊമിനിക് പ്രസന്റേഷനും സീറ്റിനായി ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം കൊച്ചിക്കാരൻ MLA മതിയെന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം. ജനപക്ഷ വേദി എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിലാണ് ഈ ആവശ്യമുള്ളത്. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നു. സഹിന, ഇത് എറണാകുളം കോൺഗ്രസിന് UDFന് ഉറച്ച വിജയപ്രതീക്ഷയുള്ള ഒരു ജില്ലയാണ്. അതിൽ തന്നെ കൊച്ചി ഇപ്പോൾ മറുപക്ഷത്തിന് കൈവശമാണ് മണ്ഡലം ഉള്ളതെങ്കിലും പിടിച്ചെടുക്കാമെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അപ്പോൾ അവിടേക്ക് നേതാക്കൾ സ്വാഭാവികമായിട്ടും വരും. ഇപ്പോൾ ഷിയാസ് പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ആ നിലക്ക് വിജയമുണ്ടാക്കാൻ പറ്റുന്ന ആളാണെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടാകും, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കുണ്ടാകും. ഡൊമിനിക് പ്രസന്റേഷനാണെങ്കിൽ പ്രധാനപ്പെട്ട ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ഈ കൊച്ചിക്കാർ തന്നെ മതി എന്ന പ്രസ്താവന വരുന്നത് എന്ത് സാഹചര്യത്തിലാണ്? അത് ആരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്? ആരാണ് കൊച്ചിക്കാർ? സനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൊമിനിക് പ്രസന്റേഷനും ഒപ്പം തന്നെ മുഹമ്മദ് ഷിയാസും എല്ലാം എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കളാണ്. പക്ഷേ ഇവരെല്ലാം പശ്ചിമ കൊച്ചിക്ക് പുറത്തു നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഈ പോസ്റ്ററിന് പിന്നിലുള്ള ഈ ജനപക്ഷ വേദിയുടെ ചേതോവികാരമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പശ്ചിമ കൊച്ചിയിൽ നിന്നുള്ള ഒരാൾ, കൊച്ചിക്കാരനായിട്ടുള്ള ഒരാൾ അവിടെ MLA ആയാൽ മതി എന്നുള്ളതാണ് ഈ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. പക്ഷേ അതേസമയം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ തന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുവെ ലത്തീൻ കത്തോലിക്ക സഭ ക്ലെയിം ചെയ്യുന്ന 2 സീറ്റുകളിൽ ഒന്ന് കൊച്ചിയും മറ്റൊന്ന് എറണാകുളവുമാണ്. ഇതിൽ എറണാകുളം ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് കൊടുത്തുകൊണ്ട് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ നീക്കം തുടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ മുൻപ് മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്ന സീറ്റാണ്, മുസ്ലിം ലീഗ് മത്സരിച്ച് വിജയിച്ചിരുന്ന ഒരു സീറ്റ് കൂടിയാണ്. പക്ഷേ അവിടെ നിന്നും ഇപ്പോൾ കുമ്പളങ്ങി അടക്കമുള്ള ഭാഗങ്ങൾ, അവിടെയെല്ലാം ക്രൈസ്തവരുടെ ഒരു ആധിപത്യം കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലത്തീൻ കത്തോലിക്ക സഭ അവിടെ തങ്ങൾക്ക് കൊച്ചിയിലും വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇത്തവണ അത് വേണ്ട, പകരം DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മത്സരരംഗത്തേക്ക് വരട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ള നേതാക്കളും ഈ സീറ്റായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആ സീറ്റ് ക്ലെയിം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു വിഭാഗം നേരത്തെ സനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിക്കാരൻ മതി എന്നുള്ളൊരു ക്യാമ്പയിനും ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തലവേദനയായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. സനീഷ്, ഡൊമിനിക് പ്രസന്റേഷൻ കുറച്ചുകൂടെ മുതിർന്ന നേതാവാണല്ലോ. അപ്പോൾ അദ്ദേഹം MLA ഒക്കെ ആയിരുന്നയാളാണ്. കൂടുതൽ സാധ്യത ഷിയാസിനായിരിക്കും എന്നൊരു സാഹചര്യം നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ചും VD സതീശൻ്റെ ഒക്കെ പിന്തുണ സ്വാഭാവികമായിട്ടും ഷിയാസിനായിരിക്കുമല്ലോ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇതൊരു വലിയ തർക്കത്തിലേക്കോ മറ്റോ പോകാൻ സാധ്യതയുണ്ടോ? സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല സനീഷ. കാരണം കളമശ്ശേരി സീറ്റിനായിരുന്നു ഷിയാസ് ശ്രമം നടത്തിയിരുന്നത്. പക്ഷേ കളമശ്ശേരി വിട്ടുകൊടുക്കാൻ ഇതുവരെ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗ് തന്നെ അവിടെ അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി സീറ്റിൽ ഒരു പരീക്ഷണം നടത്താമെന്നുള്ളതാണ് ഷിയാസിൻ്റെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈസ്തവ സഭയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. മുൻപ് MLA ആയിരുന്ന ഒരാളാണ്. കൊച്ചിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം എറണാകുളത്താണ് ജീവിക്കുന്നത്. മാത്രമല്ല കൊച്ചിയിൽ മുൻപ് കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കൊച്ചിയിൽ നിന്നുള്ള ആളുകളായിരുന്നില്ല, പകരം എറണാകുളം നഗരത്തിൽ നിന്ന് പശ്ചിമ കൊച്ചിയിൽ വന്ന് മത്സരിക്കുന്ന ആളുകളായിരുന്നു. മുൻപ് ടോണി ചമ്മണി ആയിക്കൊള്ളട്ടെ, അതിനു മുന്നേ മത്സരിച്ച ആളുകളായിക്കൊള്ളട്ടെ, ഇവരെല്ലാം എറണാകുളത്ത് നിന്ന് വന്ന് മത്സരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അവിടുത്തെ പ്രദേശത്തെ കോൺഗ്രസ്സുകാർക്കുണ്ട് സനീഷ്. അത് തന്നെയാണ് ഈ പോസ്റ്ററിലും പ്രതിഫലിക്കുന്നത്. ശരി, നന്ദി സഹിൻ വിവരങ്ങൾക്ക്. വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് മറ്റും പോയിട്ടില്ലെങ്കിൽ തന്നെയും സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സഹിൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതിനകത്ത് ഈ കൊച്ചി എന്ന് പറയുന്നത് പശ്ചിമ കൊച്ചിയിൽ നിന്നുള്ള ആളുകളെ, അവരുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ആളുകൾ തന്നെ മത്സരിക്കണം എന്ന ഒരു വികാരം കൂടെ അവിടെ വരുന്നുണ്ട് എന്നതാണ് അദ്ദേഹം സഹിൻ ചൂണ്ടിക്കാണിച്ചത്.